സ്പെയിൻ, അയർലൻഡ്, നോർവേ എന്നീ രാജ്യങ്ങളുടെ ചുവട് പിടിച്ച പലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രപദവി അംഗീകരിച്ച മറ്റൊരു യൂറോപ്യൻ രാജ്യമായ സ്ലൊവീനിയൻ ഗവൺമെന്റ് പലസ്തീന് അംഗീകാരം നൽകി. ഇനി ഇതിന് പാർലമെന്റ് കൂടി അനുമതി നൽകണം. പ്രധാനമന്ത്രി റോബർട്ട് ഗോലോബ് ആണ് ഇക്കാര്യം പ്രഖ്യാപിച്ചത്. പലസ്തീനെ സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമായി അംഗീകരിക്കാനുള്ള തീരുമാനത്തിന് തന്റെ സർക്കാർ അംഗീകാരം നൽകിയെന്ന് അദ്ദേഹം തലസ്ഥാനമായ ലുബ്ലിയാനയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. വരും ദിവസങ്ങളിൽ പാർലമെന്റ് സർക്കാർ തീരുമാനത്തിന് അംഗീകാരം നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഗാസയിൽ ഇസ്രയേലും ഹമാസും തമ്മിലുള്ള യുദ്ധം ഉടൻ അവസാനിപ്പിക്കാനും എല്ലാ ബന്ദികളെയും മോചിപ്പിക്കാനും ഗോലോബ് ആഹ്വാനം ചെയ്തു. ഇത് സമാധാനത്തിന്റെ സന്ദേശമാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. റഫേൽ അഭയാർത്ഥികൾക്ക് നേരെ ഇസ്രയേൽ നടത്തുന്ന ആക്രമണങ്ങളെ രൂക്ഷമായി വിമർശിച്ച സൗദി അറേബ്യയും ഖത്തറും രംഗത്തുണ്ട്. റഫേലും ആക്രമണം നടക്കുന്ന പലസ്തീന്റെ മേഖലകളിലും സംഭവിക്കുന്നതിനെല്ലാം ഉത്തരവാദി ഇസ്രയേൽ ആയിരിക്കുമെന്നും സൗദി അറേബ്യ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പ്രതിരോധമില്ലാത്ത മനുഷ്യരെയാണ് ആക്രമിക്കുന്നത് എന്നും സൗദി വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞിട്ടുണ്ട്. നടപടിയെ അപലപിച്ചുകൊണ്ടാണ് സൗദി അറേബ്യയുടെ പ്രസ്താവന. അഭയാർത്ഥി ടെന്റുകൾ ആക്രമിക്കുന്ന ഇസ്രയേൽ നടപടിയെ അപലപിച്ച ഖത്തർ വിദേശകാര്യ മന്ത്രാലയവും പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടേത് ഉൾപ്പെടെ തീരുമാനങ്ങൾ നടപ്പാക്കാൻ അന്താരാഷ്ട്ര സമൂഹം ഇടപെടണമെന്ന് ഖത്തർ പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. അതേസമയം അറബ് രാജ്യങ്ങൾ ചുമതലപ്പെടുത്തിയ അറബ് ഇസ്ലാമിക് മന്ത്രിതല കമ്മിറ്റി പലസ്തീനെ രാഷ്ട്രമായി അംഗീകരിച്ച സ്പെയിനിൽ സന്ദർശനം നടത്തി. സൗദി വിദേശകാര്യമന്ത്രി ഫൈസൽ ബിൻ ഫർഹാന്റെ നേതൃത്വത്തിലുള്ള അറബ് ഇസ്ലാമിക് മന്ത്രിതല കമ്മിറ്റി സ്പെയിൻ പ്രധാനമന്ത്രിയെയും വിദേശകാര്യ മന്ത്രിയെയും കണ്ടു. സ്പെയിൻ പ്രധാനമന്ത്രി പെട്രോ സാഞ്ചസുമായി മാഡ്രിഡിൽ വെച്ചാണ് കൂടിക്കാഴ്ച നടത്തിയത്. പലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിച്ച സ്പെയിനിന്റെ നിലപാടിനെ മന്ത്രിതല സംഘം സ്വാഗതം ചെയ്തു. പലസ്തീനെ അംഗീകരിച്ച യൂറോപ്യൻ രാജ്യങ്ങൾ ചരിത്രത്തിന്റെ ശരിയായ പക്ഷത്താണെന്ന് സൗദി വിദേശകാര്യമന്ത്രി ഫൈസൽ ബിൻ ഫർഹാൻ പറഞ്ഞു. രാജ്യമെന്ന നിലയിലുള്ള അംഗീകാരം പലസ്തീന് പ്രതീക്ഷ വർദ്ധിപ്പിക്കുമെന്ന് സ്പെയിൻ പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. നേരത്തെ പലസ്തീൻ വിഷയത്തിൽ അന്താരാഷ്ട്ര സമ്മർദ്ദം ശക്തമാക്കാൻ മന്ത്രിതല സംഘം വിവിധ രാഷ്ട്ര തലവന്മാരെ സന്ദർശിച്ചിരുന്നു. അന്താരാഷ്ട്ര ഇടപെടൽ തുടരുന്നതിന്റെ ഭാഗമായാണ് സന്ദർശനം. പലസ്തീനെ രാഷ്ട്രമായി അംഗീകരിച്ച തീരുമാനം ഔദ്യോഗികമായി പ്രഖ്യാപിച്ച യൂറോപ്യൻ രാജ്യങ്ങളായ സ്പെയിനും നോർവേയും അയർലൻഡും നേരത്തെ രംഗത്തെത്തിയിരുന്നു. ഗാസയിൽ ഇസ്രയേൽ കൂട്ടക്കുരുതി തുടരുന്ന പശ്ചാത്തലത്തിലായിരുന്നു നടപടി. ഇതോടെ ഐക്യരാഷ്ട്രസഭയുടെ 193 അംഗങ്ങളിൽ പലസ്തീൻ രാജ്യത്തിന് അംഗീകാരം നൽകിയ രാജ്യങ്ങളുടെ എണ്ണം 146ആയി. പശ്ചിമേഷ്യയിൽ സമാധാനം കൊണ്ടുവരാനുള്ള ഒരേയൊരു മാർഗം പലസ്തീനെ രാഷ്ട്രമായി അംഗീകരിക്കുക മാത്രമാണെന്ന് സ്പാനിഷ് പ്രധാനമന്ത്രി പെട്രോ സാഞ്ചസ് രാജ്യത്തെ അഭിസംബോധന ചെയ്ത് നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞു. ചരിത്രപരമായ നീതിയാണ് നടപ്പായതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സമാധാനം സ്ഥാപിക്കുന്നതിനുള്ള ഏക മാർഗം ഇസ്രയേൽ രാഷ്ട്രത്തോട് ചേർന്ന് ജീവിക്കുന്ന പലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കുക എന്നതു തന്നെയാണ്. കിഴക്കൻ ജെറുസലേം തലസ്ഥാനമായിക്കൊണ്ട് വെസ്റ്റ് ബാങ്കും ഗാസയും ഉൾപ്പെട്ടതാവണം പലസ്തീൻ രാഷ്ട്രം. രണ്ടിനെയും ഇടനാഴി വഴി ബന്ധിപ്പിക്കണമെന്നും സ്പാനിഷ് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. ഗാസയിലെ ഇസ്രയേൽ നടത്തിയ കൂട്ടക്കുരുതിയിൽ 36,000 പലസ്തീനുകളാണ് ഇതുവരെ കൊല്ലപ്പെട്ടത്. 81,000-ലേറെ ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഒക്ടോബർ 7-ന് ഇസ്രയേലിലേക്ക് ഹമാസ് നടത്തിയ മിന്നലാക്രമണത്തിൽ 1139 പേരും കൊല്ലപ്പെട്ടിരുന്നു. നിരവധി ഇസ്രയേൽ പൗരന്മാരെ ഹമാസ് ബന്ദികളാക്കുകയും ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.